ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പനിയായിരുന്നു, 2 ദിവസമായിട്ട് നല്ല പനി ചുമയാണ്. അപ്പോൾ ഡോക്ടറെ പോയി കണ്ട് വന്നോളൂ കേട്ടോ. അതൊന്നല്ല കേട്ടോ ഞാൻ പറയാൻ വന്നത്. ഞാൻ സൗണ്ടൊക്കെ എന്നെ പോയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചുമ കാരണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കൂട്ടാൻ എന്നിട്ടാണെന്നറിയോ, കൃഷിക്കാരെ കുത്തിക്കാച്ചിലാണ്. അത് ഉണക്കപ്പയറും കായിട്ട് കുത്തിക്കാച്ചി അതിൻ്റെ ഒപ്പം ഉണക്കമീനും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകട്ടോ. ഇന്നത്തെ നമ്മൾ വെക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാരുടെ ഉണക്കപ്പയറും കായും കുത്തിക്കാച്ചിലും. അതിനായിട്ട് പയർ കഴുകി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴുകി അപ്പം തന്നെ കുക്കറിലിട്ട് വേവിക്കാം. ഇത് കുതിർക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്തിട്ടേക്കുന്നത്. അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ അത് ഓരോരുത്തരെ ഇഷ്ടം പോലെ എത്ര നേരം വേണമെങ്കിലും കുതിർത്തതാട്ടോ. പിന്നെ അതിലേക്ക് ഒരു നേന്ത്രക്കായ എടുത്തിട്ട് നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് കാച്ചാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ആദ്യം തന്നെ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ. പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പയർ വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഇത്രയ്ക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കായ ഇടുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒപ്പം കായ അല്ലെങ്കിൽ ഉപ്പും ഒന്നും ചേർക്കണില്ല, പയർ വെറുതെ വേവിച്ചെടുക്കണുള്ളൂ കേട്ടോ. കുക്കറൊക്കെയും ഞാൻ അടച്ചു വെച്ചു, സ്റ്റവ് കത്തിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു നമുക്കൊരു 4 വിസിലാവുമ്പോൾ കുക്കർ സ്റ്റവൊക്കെ ഓഫാക്കാം കേട്ടോ. കാരണം നമുക്ക് കായും കൂടി വേവിക്കാനുള്ളതാണ്. പയറിൻ്റെ ഒപ്പം കായ ഇട്ട് കഴിഞ്ഞാൽ നന്നായി വെന്ത് പോണത് കൊണ്ടാണ് ഒപ്പം ഇടാത്തത്. അപ്പം നമുക്കൊരു 4 വിസിൽ പഠിക്കുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ അടിച്ചിട്ട് ഞാൻ ഓഫാക്കി തന്നിട്ടാ. ഇവിടെ പിടിച്ചപ്പോൾ കൈ പൊള്ളി, അവിടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം. പയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുറവാണ്, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ അടിക്കണ വരയ്ക്ക് നമുക്ക് തീ കത്തിക്കാം കേട്ടോ. 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കിയിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. ഇട്ടതിന് ശേഷം 2 വിസിൽ അടിച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ പ്രഷറൊക്കെ പോയി നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി അത് തുറന്നു നോക്കാം. കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കായ എന്തായാലും വെന്തിട്ടുണ്ട്. കായയുടെ കളറ് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. കായും പയറും എല്ലാം അത് നല്ലപോലെ വെന്ത് ഒരു കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കാച്ചെടുക്കാം. കൂട്ടാൻ കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി മൂത്ത് വരാനുള്ള വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ മറന്നു പോയതാണ് കേട്ടോ. കറിയിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഉപ്പ് ഇടാൻ മറന്നു, പയറും കായൊക്കെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉള്ളിയുടെ ഒപ്പം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും, കറിക്ക് പാകത്തിനുള്ള ഉപ്പാവും ചെയ്യും കേട്ടോ. നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും തീ നന്നായി കുറച്ചിടാൻ നോക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ടു. 1/4 ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കുത്തിപ്പടി മുളക് എന്നാണ് ഇവിടെ പറയാം. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് സ്വന്തമാണിത് ഈ ചതച്ച കുത്തിക്കാച്ചിലിട്ടാ. നമ്മുടെ മുളകെല്ലാതും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറും കായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഒരു ഉണക്കമീനൊക്കെ വറുത്തതുണ്ടെങ്കിൽ ഉണ്ടല്ലോ നന്നായി ചോറുണ്ണാം. പറയില്ലേ ഒരു കിണ്ണം ചോറുണ്ണാന്നൊക്കെയും അതേപോലെ ഉണ്ണാട്ടാ. ഞാനത് കാരണം ഉണക്കമീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മാന്തളുണ്ട്, പിന്നെ മുള്ളനും ഉണ്ട്.
നിങ്ങൾ ഈ കറി ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ. നമുക്ക് ഏറ്റവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണക്കപ്പയറും കായും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതും 2 ഉണക്കമീനും ഒക്കെ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറിനാൻ പറ്റും. അപ്പം ഞാൻ ഇതേ ഉണക്കമാന്തളും ഞാൻ നേരത്തെ കാണിച്ചു, ഉണക്കമാന്തളും മുള്ളനും വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുള്ളനും ഒന്നും കൂടി ഇതായിട്ട് ഞങ്ങൾക്ക് ഇടാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കയ്യിലൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, ഇവിടെ വെച്ചേക്കണമെന്നാണെന്നുള്ളൂ. വേറെ കയ്യിലെടുത്തിട്ടാണ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പയറും കായും നല്ല പോലെ കുറുകി പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ ബൈ. എല്ലാവരും ഈ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. തൃശ്ശൂകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂകാർ പറഞ്ഞുതരും. നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്സോളും തൃശ്ശൂകാരും എല്ലാവരും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ട്, അതുപോലെ ഉണക്കമീനൊക്കെ മറത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞുതരും കേട്ടോ. ഓക്കേ.